ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 15ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. The two terms in a specific position of the some arithmetic sequence are given below. അതായത് the first 5 terms of each. ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. നമുക്ക് ഫസ്റ്റത്തെ ഓരോന്ന് തൊട്ട് നോക്കാം. തേർഡ് ടേമും 6th ടേമും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ ഡിഫറൻസ് കാണാം. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ടേമുകളും അതിൻ്റെ പൊസിഷനും തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ ഇവിടെ ടേമുകൾ 67ഉം 34ഉം ആണ്. പൊസിഷൻ എന്ന് പറയുന്നത് 6ഉം 3ഉം ആണ്. അപ്പോൾ 67 മൈനസ് 34ഉം 6 മൈനസ് 3ഉം വരും. 67ന്ന് 34 മൈനസ് ചെയ്യണം. 7ന്ന് 4 പോയാൽ എത്രയുണ്ട്? 3. 6ന്ന് 3 പോയാൽ 3. അപ്പോൾ എത്രയുണ്ട്? 33. 6ന്ന് 3 പോയാൽ 3. അപ്പോൾ 33/3 വരും. 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എത്ര കിട്ടുക? 11 ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ തേർഡ് ടേം ആണ് 34. ആ 34ന്ന് 11 മൈനസ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. ഓക്കെ, 4ന്ന് 1 പോയാൽ 3, 3ന്ന് 1 പോയാൽ 2. ഇനി അതിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടിയും 11 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, 3ന്ന് 1 പോയാൽ 2, 2ന്ന് 1 പോയാൽ 1. അപ്പോൾ 12, 23. തേർഡ് ടേം 34. ആ 34ന്ന് 11 കുറച്ചാൽ സെക്കൻഡ് ടേം 23 കിട്ടും. ആ 23ന്ന് 11 കുറച്ചാൽ ഫസ്റ്റ് ടേം 12 കിട്ടും. സോ 12, 23, 34, 45, 56. ഇനി രണ്ടാമത്തത് തേർഡ് ടേം 43ഉം 6th ടേം 76ഉം. ഇക്വേഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ 76 മൈനസ് 43/6 മൈനസ് 3. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ 76ന്ന് 43 മൈനസ് ചെയ്യാം. 6ന്ന് 3 പോയാൽ 3, 7ന്ന് 4 പോയാൽ 3. അപ്പോൾ അതിവിടെയും നമുക്ക് 33 തന്നെയാണ് കിട്ടുക. അപ്പോൾ 33/3 വരും, 11. ഓക്കെ, സോ തേർഡ് ടേം 43 ആണ്. സോ 43ന്ന് 11 മൈനസ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. ഓക്കെ, 3ന്ന് 1 പോയാൽ 2, 4ന്ന് 3 32. ദെൻ ആ 32ന്ന് 11 കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടും. 2ന്ന് 1 പോയാൽ 1, 3ന്ന് 1 പോയാൽ 2, 21. അപ്പോൾ 21, 32, 43, 54, 65 ഫസ്റ്റത്തെ 5 ടേം ആയി. ഓക്കെ, ദെൻ അടുത്തത് തേർഡ് ടേം 2ഉം 5th ടേം 3ഉം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് കൊടുക്കുക. സോ ടേമുകൾ 3ഉം 2 ആണ്. അപ്പോൾ 3 മൈനസ് 2ഉം 5 മൈനസ് 3ഉം വരും. 3ന്ന് 2 പോയാൽ 1 ആണ്. 5ന്ന് 3 പോയാൽ 2 ആണ്. അഥവാ അര കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, തേർഡ് ടേം 2 ആണ്. 2ന്ന് അര പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 1.5 ഉണ്ടാവും. 2ന്ന് ഈ 1/2 എന്ന് പറഞ്ഞാൽ അരയല്ലേ, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. 2ന്ന് അര പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 1.5 ഉണ്ടാവും. ഇനി ഫസ്റ്റ് ടേം കാണാൻ 1.5ന്ന് അര പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 1, 1.5, 2, 2.5, 3 എന്നിങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ടേം നമുക്ക് 3 കിട്ടി. മൂന്നാമത്തെ ടേം 2 അല്ലേ, നോക്കി കണ്ട. അടുത്ത് 5th ടേം 8ഉം 9th ടേം 10ഉം. ഇവിടെയും ടേം ഡിഫറൻസ് കൊടുക്കാൻ പോവാണ്. 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 വരും. 10ന്ന് 8 പോയാൽ 2 ആണ്. 9ന്ന് 5 പോയാൽ 4. അതിനെ ചെറുതാക്കുമ്പോൾ 1/2 തന്നെ കിട്ടും. 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതും 1/2. അപ്പോൾ 5th ടേം 8 ആണ്. 4th ടേം 8ന്ന് അര പോയാൽ ബാക്കി എത്രയാ? 7.5. ഇനി തേർഡ് ടേം കാണാൻ 7ന്ന് അര പോയാൽ 7. സെക്കൻഡ് ടേം കാണാൻ 7ന്ന് അര പോയാൽ 6.5. ഫസ്റ്റ് ടേം കാണാൻ 6.5ന്ന് അര പോയാൽ 6. അപ്പോൾ 6, 6.5, 7, 7.5, 8. 5th ടേം 8ക്ക് എത്തിയില്ലേ? അടുത്ത് 5th ടേം 7ഉം 7th ടേം 5ഉം. എങ്ങനെയാ? 5th ടേം 7ഉം 7th ടേം 5ഉം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് കൊടുത്തു. 5 മൈനസ് 7ഉം 7 മൈനസ് 5ഉം. 5ന്ന് 7 പോകുമോ? ഇല്ല. അപ്പോൾ 7ന്ന് 5 കുറച്ചിട്ട് മൈനസ് ഇടണം. അപ്പോൾ -2/7ന്ന് 5 പോയാൽ 2. 2/2 1 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആവുമ്പോൾ ആൻസറും നെഗറ്റീവ് ആവും. സോ കോമൺ ഡിഫറൻസ് -1 ആണ്. ഓക്കെ, അപ്പോൾ
ഫിഫ്ത്ത് ടേം 7 ആണ്. ഫോർത്ത് ടേം കാണാൻ 7 മൈനസ് -1 വരും. കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാനാണ്. കോമൺ ഡിഫറൻസ് ബാക്ക് വരുമ്പോൾ മൈനസ് ചെയ്യാണ് വരിക. അപ്പോൾ 7 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കോമൺ ഡിഫറൻസിനെ മൈനസ് ചെയ്യണം. ആരാ കോമൺ ഡിഫറൻസ്? -1 ആണ്. ഓക്കെ, ബാക്ക് വരുമ്പോൾ മൈനസ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ബാക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ മൈനസ് ചെയ്തിക്കല്ലേ, സൈന് മൈനസ് ആണെന്ന് എഴുതിയാണ് അവിടെ പ്ലസ് ചെയ്ത് വെക്കരുത് കേട്ടോ. നോക്കിയാ, അപ്പോൾ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. മൈനസ് ആണ്, അപ്പോൾ ഇവിടെ 7, 7 1 പോയാൽ 6, അങ്ങനെ കൂട്ടി വെക്കരുത്. 7 മൈനസ് ചെയ്യണം -1. അപ്പോൾ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 7 + 1 8. ഇനി മൂന്നാമത്തെ ടേം കാണാൻ 8 വീണ്ടും മൈനസ് ചെയ്യണം. 8 വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 8 മൈനസ് -1, അപ്പോൾ എന്താവും? 9 ആവും. പിന്നെ 9 വീണ്ടും മൈനസ് ചെയ്യണം. 9 മൈനസ് -1, അപ്പോൾ 9 + 1 10 ആവും. പിന്നെ 10 വീണ്ടും മൈനസ് ചെയ്യണം, അപ്പോൾ 11 ആവും. ഓക്കെ, ഇത് നാലാമത്തെ ടേമാണ് 8. മൂന്നാമത്തെ ടേം 9 വരും. രണ്ടാമത്തെ ടേം 10 വരും. ഒന്നാമത്തെ ടേം 11 വരും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി കേട്ടോ. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം, മുമ്പിലോട്ട് പോകുമ്പോൾ മൈനസ് ചെയ്യണം. ഓക്കെ, 11, 10, 9, 8, 7.